നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ രാജ്യത്ത് സർക്കാരിനോടും ഭരണകൂടത്തോടും ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ, അല്ലെങ്കിൽ തങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്നവരെ പണ്ട് എന്തായിരുന്നു വിളിച്ചിരുന്നത്? നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വാക്കുകളാണ് പാകിസ്ഥാനി, ദേശദ്രോഹി, അർബൻ നക്സൽ, അമേരിക്കൻ ഫണ്ട് വാങ്ങുന്നവർ എന്നൊക്കെയായിരുന്നു അവർക്ക് നൽകിയിരുന്ന ചാപ്പയടികൾ. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് സംഘപരിവാറും കേന്ദ്ര സർക്കാരും പുതിയൊരു വാക്ക് വിപണിയിൽ ഇറക്കിയിരിക്കുകയാണ്. അതാണ് ദിമാഗി നക്സൽ. ഈ പുതിയ പദപ്രയോഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ തീർച്ചയായും ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? കഴിഞ്ഞ 14 വർഷത്തെ മോദിയുടെ പ്രധാനമന്ത്രി കസേരയിലെ ജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു ടെലിപ്രോംപ്റ്ററിന്റെ സഹായമില്ലാതെ സംസാരിക്കുന്നത്. ടെലിപ്രോംപ്റ്റർ ഉള്ളപ്പോൾ എന്താണ് സംഭവിക്കുക? വലതുവശത്തൊരു സ്ക്രീൻ കാണും, ഇടതുവശത്തൊരു സ്ക്രീൻ കാണും. താഴേക്ക് നോക്കേണ്ട ആവശ്യമില്ല. രണ്ട് വശത്തേക്ക് മാറി മാറി നോക്കി വളരെ സുഗമമായി പ്രസംഗിച്ചു പോകാം. എന്നാൽ ഇത്തവണ ചെങ്കോട്ടയിലെ പ്രസംഗപീഠത്തിൽ ടെലിപ്രോംപ്റ്റർ ഉണ്ടായിരുന്നില്ല. പകരം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു തുണ്ട് കടലാസ് മാത്രമായിരുന്നു ഉള്ളത്. ആ തുണ്ട് കടലാസ് നോക്കി വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒട്ടനവധി ഡാറ്റകളും സ്ഥിതിവിവര കണക്കുകളും ഫിഗറുകളും സംസാരിക്കുന്നതിനിടയിൽ ആവർത്തിച്ച് തെറ്റിപ്പോയി. ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ സംസാരിക്കേണ്ടി വന്നപ്പോൾ ഉണ്ടായ ആ പാകപ്പിഴകൾ ആ സംസാരത്തിൽ മുഴുവൻ നിഴലിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഡാറ്റ തെറ്റിയ വിഷയം അവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ ഗൗരവമായി കാണേണ്ടത് അദ്ദേഹം നടത്തിയ ആ പ്രയോഗമാണ്. ദിമാഗി നക്സൽ. രാജ്യത്തെ വിദ്യാർത്ഥികളെയും സർക്കാരിൻ്റെ നയങ്ങളെ ചോദ്യം ചെയ്യുന്ന സാധാരണക്കാരെയും ഉദ്ദേശിച്ചാണ് ഇപ്പോൾ ഈ പേര് വിളിക്കുന്നത്. സത്യത്തിൽ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നരേന്ദ്രമോദിയും സംഘപരിവാറും ഇപ്പോഴും 2016 തന്നെ ജീവിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം വളരെ വ്യക്തമാണ്. രാജ്യത്തെ വിദ്യാർത്ഥികൾ നടത്തിയ ശക്തമായ പ്രക്ഷോഭങ്ങൾ, ആ സമരത്തിനിടയിൽ വിദ്യാർത്ഥികൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ, ഇതെല്ലാം കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും ഈ ശബ്ദം ഭരണകൂടത്തെയും നരേന്ദ്രമോദിയെയും അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട്. സംഘപരിവാറിനെ അത്രമാത്രം ഭയപ്പെടുത്തുന്നുണ്ട്. ആ ഭയത്തിൽ നിന്നും ആഴത്തിലുള്ള മുറിവിൽ നിന്നുമാണ് ഇപ്പോൾ ഈ ദിമാഗി നക്സൽ എന്ന പുതിയ ചാപ്പേടി വന്നിരിക്കുന്നത്. കാരണം ആലോചിച്ച് നോക്കൂ, 2014 ശേഷമുള്ള മോദി സർക്കാരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ജന്തർ മന്ദറിലെ അതിശക്തമായ വിദ്യാർത്ഥി സമരത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും നരേന്ദ്രമോദിയും സംഘപരിവാറിൻ്റെയും ഏറ്റവും വലിയ വിശ്വസ്തനുമായ ധർമ്മേന്ദ്ര പ്രധാൻ സ്വന്തം കസേര വിട്ട് താഴേക്ക് ഇറങ്ങേണ്ടി വന്നു. പുറമേ കാണുമ്പോൾ ഇതൊരു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി മാത്രമായി തോന്നാമെങ്കിലും അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദി തന്നെ കസേര വിട്ട് ഇറങ്ങിയ സ്ഥിതിവിശേഷമാണിത്. ധർമ്മേന്ദ്ര പ്രധാനെ പോലെ ഒരു വലംകയ്യന്റെ രാജി മോദിക്ക് സ്വന്തം രാജി പോലെയാണ് അനുഭവപ്പെടുന്നത്. സംഘപരിവാറിന്റെ കരണത്തേറ്റ വലിയൊരു അടിയായിരുന്നു അത്. ഇന്ന് രാജ്യത്തെ വിദ്യാർത്ഥികളും ജനങ്ങളും ഒരു പൊടി പോലും പിന്നോട്ടു പോകാൻ തയ്യാറല്ല എന്ന വലിയ സത്യം ഭരണകൂടം തിരിച്ചറിയുന്നുണ്ട്. എല്ലാ അടിച്ചമർത്തലുകൾക്കും ശേഷവും ആ സമരം നിലച്ചിട്ടില്ല. നിങ്ങൾ കഴിഞ്ഞ പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഏകദേശം 17-18 ദിവസത്തോളം പാർലമെന്റ് സമ്മേളനം നടന്നു. എന്നാൽ മോദിയും അമിത്ഷായും എപ്പോഴാണ് സഭയിലേക്ക് എത്തിയത്? മൺസൂൺ സെഷന്റെ ഏറ്റവും അവസാനത്തെ ദിവസം മാത്രമാണ് അവർ രണ്ടുപേരും പാർലമെന്റിലെത്തിയത്. അന്ന് അവിടെ എന്താണ് സംഭവിച്ചത്? സ്പീക്കർ വരുന്നു, എഴുന്നേറ്റ് നിന്ന് വന്ദേമാതരം പാടുന്നു, സഭ എന്നേക്കുമായി അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നു. എന്തുകൊണ്ടാണ് സഭയിൽ നിന്ന് ഇങ്ങനെ ഓടി ഒളിക്കേണ്ടി വന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം കഴിഞ്ഞ 18 ദിവസങ്ങളായി സഭയ്ക്കുള്ളിൽ ഉയർന്നു വരുന്ന മൂർച്ചയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഈ പറയുന്ന മോദിക്കോ അമിത്ഷായ്ക്കോ സംഘപരിവാറിനോ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. രാജ്യത്തിന്റെ മുന്നിൽ മറുപടിയില്ലാതെ മാളത്തിൽ ഒളിക്കേണ്ടി വന്ന ഗതികേടാണ് അവർക്കുണ്ടായത്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തകർക്കാൻ അവർ ചെയ്യാവുന്നതിന്റെ പരമാവധി നോക്കി. വിദ്യാർത്ഥികളെ ക്രൂരമായി പോലീസിനെ വിട്ട് മർദ്ദിച്ചു. അവരെ പാകിസ്ഥാനികൾ എന്ന് വിളിച്ചു.
രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തി വിദേശ ഫണ്ട് വാങ്ങുന്നവരാണെന്ന് പ്രചരിപ്പിച്ചു. എന്നിട്ടും ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ തെരുവിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. പണം കൊടുത്തും കുതിരക്കച്ചവടം നടത്തിയും ഇനിയുള്ള കാലം മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന് ഭരണകൂടം തിരിച്ചറിയുകയാണ്. കാരണം ഇനി ഒരു കുതിരക്കച്ചവടത്തിന് മുതിർന്നാൽ കാര്യങ്ങൾ തകിടം മറിയുമെന്നും വലിയ ജനകീയ വിചാരണ നേരിടേണ്ടി വരുമെന്നുമുള്ള ഭയം മോദിയെ വേട്ടയാടുന്നുണ്ട്. ആ ഒരു വലിയ അങ്കലാപ്പിൽ നിന്നാണ് നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞത്: ആയുധമേന്തിയ നക്സലുകളെ നമ്മൾ അവസാനിപ്പിച്ചു, പക്ഷേ ഇപ്പോൾ ഒരു പുതിയ കൂട്ടർ ജനിച്ചിരിക്കുന്നു, അവരുടെ ബുദ്ധി നക്സലുകളുടേതാണ് എന്ന്. അതായത് സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിക്കുന്നവർ, മോദിയെയും അമിത്ഷായെയും ഭയക്കാത്തവർ, അവരെയൊക്കെ വായ് മൂടിക്കെട്ടാൻ പുതിയ പുതിയ വാക്കുകൾ കണ്ടുപിടിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം നമ്മൾ കാണേണ്ടതുണ്ട്. മുൻപ് ജെൻസി തലമുറയാണ് സമരരംഗത്ത് സജീവമായിരുന്നതെങ്കിൽ ഇപ്പോൾ ജെൻ ആൽഫ, അതായത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന 3, 4, 5, 6 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ വരെ സ്വന്തം അവകാശങ്ങൾക്കായി തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ജന്തർ മന്ദറിൽ നമ്മൾ കണ്ടത് ഒരു തുടക്കം മാത്രമായിരുന്നു. ആ വഴിയിലൂടെ ഇന്ന് രാജ്യത്തെ മുഴുവൻ വിദ്യാർത്ഥികളും ജനങ്ങളും സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു മാറ്റവും വിപ്ലവവും RSSനും സംഘപരിവാറിനും മോദിക്കും കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ആ ബോധ്യങ്ങളാണ് അവരെ ഇത്രമാത്രം അസ്വസ്ഥപ്പെടുത്തുന്നത്. സഭയിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ പതറിപ്പോവുക, ഭരണഘടന നൽകുന്ന അധികാരം ഉപയോഗിച്ച് സ്പീക്കറുടെ പിൻബലത്തോടെ പാർലമെന്റിൽ നിന്ന് ഓടി ഒളിക്കുക, ഇതെല്ലാം ഒരു ഗവൺമെന്റിന്റെ വലിയ വെപ്രാളമാണ് കാണിക്കുന്നത്. മാധ്യമങ്ങളെ കാണാൻ ധൈര്യമില്ല, പാർലമെന്റിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ധൈര്യമില്ല. പിന്നെ ആകെയുള്ളത് മൻ കി ബാത്ത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിന പ്രസംഗം പോലെയുള്ള ഏകപക്ഷീയമായ വേദികളാണ്. അവിടെ കിട്ടിയ അവസരത്തിലാണ് ഈ വെപ്രാളവും ഭയവും ദിമാഗി നക്സൽ എന്ന പുതിയ ചാപ്പേടിയായി പുറത്തു വരുന്നത്. ചുരുക്കത്തിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായി പതറിപ്പോയ ഒരു ഭരണകൂടത്തിന്റെ ഭയമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്.